നമ്മുടെ എല്ലാ ബുധനാഴ്ചയും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കോർപ്പറേഷൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സാധാരണ ചെയ്യാറാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഡെപ്യൂട്ടി മേയറും മറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരും ഒക്കെ ചേരുന്നൊരു യോഗമാണത്. അതിലാണ് ഒരാഴ്ചത്തെ പ്രവർത്തനവും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനവും, ഒരാഴ്ചത്തെ പ്രവർത്തനം വിലയിരുത്തുകയും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്നത്. ബുധനാഴ്ച കോമറോഡ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള സത്യപ്രതിജ്ഞയും ഒക്കെ ആയതുകൊണ്ട് ഇന്നലെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ട് അവസാന സമയത്ത് പങ്കെടുക്കേണ്ടി വന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വിഴിഞ്ഞം സോണിലെ ഹാർബർ വാർഡിൽ നിന്ന് കുറേ വനിതകൾ ഉൾപ്പെടുന്നവർ കോർപ്പറേഷനിൽ വന്നിട്ട് അവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജന പദ്ധതിയിൽ പെടുത്തി നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റ് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണതായിട്ടുള്ള പരാതി പറഞ്ഞിരുന്നു. അപ്പം നേരത്തെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം. ഒരു കോൺക്രീറ്റ് പീസ് പൊളിഞ്ഞു വീണിട്ട് ഒരു വനിതയുടെ, ഒരു വീട്ടമ്മയുടെ തലയിൽ പൊട്ടലുണ്ടായി, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഞാൻ മേയറാവുന്നതിന് മുമ്പിൻ്റെ കാര്യം അറിഞ്ഞിരുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഹാർബർ വാർഡിൽ നിന്നും ഈ ഫ്ലാറ്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് മഴ കൂടിയാകുമ്പോഴേക്കും വളരെ ദുരന്തമാണ്, അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് നിരവധി കംപ്ലയിൻറ്റുകൾ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സെക്ഷനുമായിട്ട് സംസാരിക്കുകയും ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യാനും ചെയ്തു. അപ്പം 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം തന്നെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായി ഈ വിഷയം ചർച്ച ചെയ്തു. മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പൊന്നറ സ്കൂൾ നിർമ്മിച്ചതിൽ ഇത്തരത്തിൽ ചില പോരായ്മകളുണ്ട്. അത് റെക്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊരു സ്റ്റഡി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിഴിഞ്ഞം സോണലിലെ ഹാർബർ വാർഡിൽ മൈലാഞ്ചിക്കല്ല്, മതിപ്പുറം, കട്ടച്ചാൽ, വലിയ പറമ്പ്, താഴെ വീട്ടുവിളാകം, ഈ പ്രദേശങ്ങളിലാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ഫ്ലാറ്റിനാണ് പോരായ്മയുള്ളത്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നും എന്തുകൊണ്ടാണ് ഈ നിർമ്മാണത്തിൽ അപാകതകൾ എന്തുണ്ടെങ്കിൽ അക്കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് കത്ത് കൊടുക്കുവാൻ വേണ്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ച ഒരു കാര്യം. ഇനി ഇത് അവിടെ മേയർ അവിടെ സന്ദർശിച്ചതിൻ്റെ അതിന് ശേഷം എന്ത് നടപടിയാണെന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ നടപടി അവിടെ പോയി ആ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ട് അവരോട് ഈ നടപടി പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കൗൺസിൽ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കത്ത് കൊടുക്കും. അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ പിന്നിലാണ് കൗൺസിൽ യോഗത്തിൽ അറിയിക്കും. ഇക്കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ഇന്ന് പറയുന്ന പത്രസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ പല കെട്ടിടങ്ങളിലും ഒരുപാട് പോരായ്മകളുള്ളതായിട്ടുള്ള വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പരിശ്രമം നടത്തിയിട്ടും പാളയം മാർക്കറ്റിൽ കെട്ടിയിട്ടിട്ടുള്ള കടകളിൽ കച്ചവടക്കാർ പോകാൻ തയ്യാറാകുന്നില്ല, അവിടേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ മ്യൂസിയം ഭാഗത്ത് നേരിട്ടെത്തി എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തി അവിടെയും പരിശോധനകളും ചർച്ചകളും നടത്തിയിട്ടും ആ കടകളും തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ പിഴവാണ്. സ്മാർട്ട് സിറ്റി പദ്ധതികൾ നടപ്പിലാക്കിയുള്ള ഒരു പിഴവായിട്ടാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ പല മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇലക്ട്രിക് ബസ് പർച്ചേസിൻ്റെ കാര്യത്തിൽ, ആ ടെൻഡറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കോർപ്പറേഷൻ
അന്നത്തെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട പല രേഖകളും ടെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നടത്തിയ നിർമ്മാണങ്ങളുടെ ക്വാളിറ്റി, ടെൻഡർ നടപടികൾ, അതോടൊപ്പം തന്നെ പാളയം മ്യൂസിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാൻ ആവശ്യപ്പെടും. അതിൽ ഫോറൻസിക് ഓഡിറ്റിന് ഇക്കാര്യങ്ങൾ വിധേയമാക്കി റിപ്പോർട്ട് കിട്ടണം. ഈ ആവശ്യം കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കും. ഞാൻ ആദ്യം പറഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫയിങ് മെക്കാനിസം, ഇത് മൂന്നുമാണ് ആവശ്യപ്പെടാൻ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആവശ്യപ്പെടുന്നത്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫയിങ് മെക്കാനിസം. അപ്പോൾ ഇതിലെവിടെയോ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എവിടെയോ ഒരു പോരായ്മ ഉള്ളതുകൊണ്ടാണ് 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുന്നത്. അവിടെ കോൺക്രീറ്റ് ചെയ്തപ്പോഴേക്ക് ഉപയോഗിച്ച കമ്പി 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തുരുമ്പെടുത്തിട്ട് ആൾക്കാരുടെ തലയിലൊക്കെ കൂടെ വീഴാണ്. ഇപ്പോൾ തന്നെ കമ്പി നമ്മൾ പോയി താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പി നമുക്ക് നേരിട്ട് കാണാം. ചുരുങ്ങിയ വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അക്കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അതിൻ്റെ എല്ലാ വസ്തുക്കളും പുറത്തു വരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ. സ്മാർട്ട് സിറ്റിയുടെ കെട്ടിട നിർമ്മാണങ്ങളാണോ അതോ സ്മാർട്ട് സിറ്റിയുടെ മൊത്തത്തിലുള്ള സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് റോഡൊക്കെ ഉണ്ട്, അങ്ങനെ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങൾ മൊത്തത്തിലാണോ ഫോറൻസിക് പരിശോധന നടത്താൻ ആവശ്യപ്പെടുന്നത്? ഫോറൻസിക് പരിശോധനയിൽ ഏതൊക്കെ കാര്യങ്ങൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ ഉൾപ്പെടും. മാർക്കറ്റ് 3 വർഷമായിട്ട് ഒരേ വ്യക്തി അതേ രൂപയ്ക്ക് കേരളത്തിൽ കൊടുത്തുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇ ഡി ആക്രമിച്ച കേസിലെ പ്രതിയും കൂടെയാണ് വിദേശക്കാരോട് പറയുന്നത്. ഞങ്ങളിപ്പോൾ കേസിലെ പ്രതിയാണോ അല്ലേ എന്നുള്ളത് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത എഗ്രിമെൻറ്റുകളൊക്കെ തന്നെ കണ്ടുപിടിച്ച് അതൊക്കെ തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഡെപ്യൂട്ടി മേയറുടെയും ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ കടൽ പോലെ കിടക്കുന്നത് കൊണ്ടും നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നോൺ ടാക്സിനൊക്കെ തന്നെ ഇത് എവിടേക്കാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് രേഖകളൊക്കെ കുറേ ഓൺലൈനിലുണ്ട്, കുറേ രേഖകൾ ഫിസിക്കലാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നതിൻ്റെ ഒരു സമയമെടുക്കും. പക്ഷേ ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം പറയാം, ചില ലേലങ്ങൾ ഒന്നുകൂടി പുനഃക്രമീകരിച്ചപ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരൊറ്റ ലേലത്തിൽ തന്നെ കോർപ്പറേഷന് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനയാണ് ഒരു ലേലത്തിൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. കുറച്ചുകൂടി വ്യക്തമായ ശേഷം മാധ്യമങ്ങളോട് പറയാം. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാനും ആ സ്മാർട്ട് സിറ്റി യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുവാനും ആവശ്യപ്പെടും, രേഖാമൂലം ആവശ്യപ്പെടും. അല്ല, കേസൊക്കെ മേയറാവുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്, മേയർ സ്ഥാനം കഴിഞ്ഞാലും വരും. കേസൊക്കെ കോടതിയിൽ നിയമപരമായിട്ട്. പരസ്യ ബോർഡുകൾ പല ബോർഡ് വെച്ചിരിക്കുന്നിടത്തെല്ലാം ഈ കോൺക്രീറ്റ് ഇളകി വീഴാവുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അത് പരിശോധിക്കാൻ എന്തെങ്കിലും നടപടി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നടപടികൾ വളരെ പഴക്കമുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് തിരുവനന്തപുരം പട്ടണത്തിൽ. എല്ലാ പട്ടണങ്ങളിലും ഉണ്ട്. ഇപ്പം കോഴിക്കോട് പട്ടണം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഉണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ള ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം, എന്താണ് കൂടുതൽ പരിശോധന ആവശ്യമില്ല. നേരത്തെ നിശ്ചയിച്ച അജണ്ട ഇന്നലെ പോയല്ലോ. അജണ്ട കൊടുത്തല്ലോ എല്ലാവർക്കും. ഇന്നലത്തിൻ്റെ അജണ്ട കൊടുത്തല്ലോ. കൗൺസിൽ യോഗം അത് വളരെ മുമ്പ് പറഞ്ഞാണല്ലോ. അജണ്ട കൊടുത്തല്ലോ. തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഭരണസ്തംഭനമാണ് നിലവിലുള്ളതെന്നാണ് UDF പറയുന്നത്. പ്രത്യേകിച്ച് ശബരിനാഥ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ 27 വരുന്ന തിങ്കളാഴ്ച ഒരു സമര പരിപാടികൾ, കോർപ്പറേഷൻ തന്നെ സമര പരിപാടികൾക്കൊക്കെ അവരെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ യുഡിഎഫ് നേതൃത്വം നടത്തുന്നു. വരട്ടെ, സമരം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളൂ. ശബരിനാഥൻ സമരം ചെയ്യുന്ന 6 മാസം അല്ലേ ഉള്ളൂ തുടങ്ങിയിട്ട് കോർപ്പറേഷൻ സമരം ചെയ്യാൻ.
ഞാൻ സമരം ചെയ്തതുപോലെ ഇവിടെ ആരെ ഇപ്പോൾ ഉള്ളവർ സമരം ചെയ്തിട്ടുണ്ട് ഈ കോർപ്പറേഷനിൽ? സമരമൊക്കെ ജനാധിപത്യപരമായുള്ള എല്ലാ സമരങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. പിന്നെ മുനിസിപ്പൽ ആക്ടിലും ജനപ്രാതിനിധ്യ നിയമത്തിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും, അത് അവിശ്വാസമാവട്ടെ ഏത് കാര്യങ്ങളും ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതിനെയും ബഹുമാനിക്കും. മേലെ സംസാരിച്ചൊന്നും അറിയില്ല, ജസ്റ്റ് പുറത്തു പോയതുകൊണ്ടാണ് കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ ഈ വിഴിഞ്ഞത്തെ കേസ് പറഞ്ഞിരുന്നല്ലോ, ആ ഫ്ലാറ്റ് സമുച്ചയം പൂർണ്ണമായും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണോ? അതിന് ചെലവ് എത്ര രൂപയായിരുന്നു? അതൊക്കെ തന്നെ 91 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തതായിട്ടാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആ രേഖകളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫിഗറിലൊക്കെ കൃത്യമായിട്ട് പറയാം. എന്തായാലും ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏൽപ്പിക്കുമ്പോഴേക്കും ഈ ഘടകങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഏൽപ്പിക്കുന്നത് അതുണ്ടാകും. പക്ഷേ അത്ര തുക ചിലവാക്കിയതായിട്ടുള്ള വിവരങ്ങൾ കാണുന്നില്ല. ആദ്യം എടുത്ത 91 കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്തായിട്ട് കാണുന്നത്. കൂടുതൽ രേഖകൾ അടുത്ത ഘട്ടത്തിൽ വിതരണം ചെയ്യാം, സപ്ലൈ ചെയ്യാം. മറ്റൊരു കാര്യം, കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു, നമ്മുടെ കമലേശ്വരത്തുള്ള ഒരു ഹോളുണ്ടല്ലോ, അതിൻ്റെമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി സെക്രട്ടറി ഏൽപ്പിച്ചിരുന്നു. അതിൻ്റെ റിപ്പോർട്ടായിട്ടുണ്ടോ? അത് ഈ കൗൺസിൽ യോഗത്തിൽ പരിഗണിക്കുമോ? സെക്രട്ടറി അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യും. ഈ 29-ാം തീയതി അവിശ്വാസം കൊണ്ടുവരികയാണെങ്കിലേ നിലവിലിപ്പോൾ സുഗതൻ ജയിലിലാണ്. ആ സാഹചര്യമൊക്കെ പരിഗണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ സേഫായൊരു അക്ഷരയിലാണോ? 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് ശേഷവും 2047 വരെ, 2047 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം, അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് തിരുവനന്തപുരം. അതിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചു. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ആരോഗ്യസ്ഥിതികളെ കുറിച്ച് പറഞ്ഞില്ല. കാല് കുറച്ച് പെയിനുണ്ടായിരുന്നു. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു, പൊട്ടലില്ല, കാലിൽ പൊട്ടൽ ഇതില്ല. അവിടെ കുറച്ച് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ അതിനുള്ള പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ 2 ദിവസം കൂടെ മെഡിസിൻ തന്നിട്ടുണ്ട്. അത്ര ഡെപ്യൂട്ടി മേയറുടെ ഒരു വൊമിറ്റിങ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് സഫോക്കേഷൻ ഉണ്ട്. പക്ഷേ രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടാണ്. ഇന്ന് രാവിലെ വിളിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും എല്ലാം മാനേജബിളാണ്. പിന്നെ ഞാൻ ഒരു കാര്യം മാധ്യമപ്രവർത്തകരോട് പറയാം. സമരം ജനാധിപത്യത്തിൽ സ്വാഗതാർഹമാണ്. ജനാധിപത്യം ചടുലമാണോ? ഞാൻ ആദ്യമേ പറഞ്ഞ വാക്കതാണ്. സമരങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിലാകാം. പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാർ വരുന്നൊരു സ്ഥാപനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ സമയത്ത് കൗൺസിലർമാർ ഇപ്പോൾ ഇതിനകത്ത് പ്രകടനം നടത്താറുണ്ട്, ധർണ നടത്താറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ കടന്നു വരുന്ന ഇപ്പോൾ ഈ ഡോറിൻ്റെ സൈഡിൽ സമരം ചെയ്യുന്നതിന് അവരുടെ ജനാധിപത്യ അവകാശത്തിന് ഞങ്ങൾക്ക് വിയോജിപ്പില്ല, ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഈ ഡോറിൻ്റെ മുൻപിൽ തന്നെ ചേറിട്ടിട്ട് അവിടെ കടക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ബലപ്രയോഗം ചെയ്യുകയും ചെയ്യുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്ന മുറികളിൽ അതിനകത്തേക്കും പുറത്തേക്കും കടക്കുവാനുള്ള സാഹചര്യം തടസ്സപ്പെടുത്തുന്നു. സമരം, എല്ലാ സമരത്തെയും ന്യായമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, എല്ലാ സമരത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഓരോ പാർട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സമരം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി. മേയറെ റൂമിൽ കയറാൻ സമ്മതിക്കില്ല, മേയർ കയറിയാൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. കോർപ്പറേഷൻ ഓഫീസിലെ കസേര എടുത്തിട്ട് മേയറുടെ ഡോർ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് പുറകിലൊരു ഡോറുണ്ടല്ലോ, നിങ്ങൾ അതിലേക്ക് കൂടെ കയറിക്കോളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ തന്നെ പറയുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള സമരങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. സമരം ചെയ്യുന്നവരോട് കോർപ്പറേഷൻ്റെ വസ്തുവകകൾ നശിപ്പിക്കരുത്. ഞങ്ങൾ 5 വർഷം പ്രതിപക്ഷത്തായി നല്ല സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കടലാസ് പോലും ഇവിടെ ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങളിതിൻ്റെ 30 ദിവസം ഇവിടെ സത്യാഗ്രഹം നടന്നു. ഒരു പൊതുമുതലും ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെ ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. ദിവസവും ഏറ്റവും ചുരുങ്ങിയ ഒരു 200 മുതൽ 250 പേർ വരെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മേയറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഏറെക്കുറെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം ഒരു 6000-7000 പേര് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയമുണ്ടാകുന്ന തരത്തിലുള്ള നിലപാടുകൾ, അവരൊക്കെ തന്നെ വളരെ സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന ദൂരം നിന്നൊക്കെ വരുന്നവരാണ്. അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കരുത്. കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക. ഇപ്പോൾ ഞങ്ങൾ തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഷീനറി വർക്ക് ചെയ്താൽ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുടിവെള്ളം പലയിടത്തും കിട്ടുന്നില്ല. ടാങ്കർ അതാത് സ്ഥലത്ത് എത്തണമെങ്കിൽ ഇവിടെ ഒരു മെഷീനറി വർക്ക് ചെയ്യണം. ആ മെഷീനറിയെ തടസ്സപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളിവിടെ വരും.
ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. അത് അത്തരത്തിൽ അറിഞ്ഞ് പെരുമാറണം എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നു, പ്രതിപക്ഷ അംഗങ്ങളെ ബഹുമാനിക്കുന്നു, അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നത് അവരുടെ പ്രതിപക്ഷ അംഗങ്ങൾ വിളിച്ചിട്ട് അവരുടെ വാർഡിൽ തെരുവുനായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് പിടിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെയും മെഷീനറി ഫംഗ്ഷൻ ചെയ്താലല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അംഗം പറയട്ടെ ഞങ്ങളുടെ വാർഡിൽ ഒരു ആവശ്യം ഉന്നയിച്ചു, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ചെയ്തില്ല എന്നാരെങ്കിലും പറയട്ടെ. സാധ്യമായെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കോർപ്പറേഷൻ്റെ വസ്തുവകൾ നശിപ്പിച്ചുകൊണ്ടോ മേയറെയും മറ്റ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ തടഞ്ഞുകൊണ്ടോ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഒഴിവാക്കണം. കൗൺസിലർമാരല്ലാതെ പുറത്തു നിന്ന് വരുന്ന പൊതുപ്രവർത്തകർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് കയറി സമരം ചെയ്യുന്നത് അതിനെയും നിയന്ത്രിക്കണം. അതാണ് രാഷ്ട്രീയ പാർട്ടി. അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും കോർപ്പറേഷനുള്ളിൽ വരും. അവർ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ പോയി അവരെ കൗൺസിലർമാരെ പോലെ കൺട്രോൾഡ് ഫോഴ്സ് ആയിരിക്കില്ല, ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിരിക്കും. അവർ വരുമ്പോഴേക്കും ഇപ്പോൾ ഈ പല സ്മാർട്ട് സിറ്റി പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പോൾ ചില റൂമുകളിലിരിക്കുന്ന TV ഒക്കെ തന്നെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ സൗകര്യത്തിനൊക്കെയാണ് ഇത് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഉള്ളിലും തള്ളും ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് നശിക്കുന്നത്. അതുകൊണ്ട് കൗൺസിലേഴ്സ് ആകുമ്പോഴേക്കും ഒരു കൺട്രോൾഡ് ഫോഴ്സാണ്. അവരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ, അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് കയറി സമരം ചെയ്യുന്നത് അവസാനിപ്പിക്കും.